ഹായ് ഹായ്. അപ്പോൾ എല്ലാവർക്കും ധ്രുവ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ചാനലായ ഹൃദയരാഗത്തിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്, കുറച്ചുകൂടെ അതിലൊരു പുതുമ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഇവിടെ ചെറിയൊരു വിരുന്നുകാരൊക്കെ ഉണ്ട്. വിരുന്നുകാരെന്ന് പറയാം, ദച്ചുൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അനിയത്തി, അനിയൻ, ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഹായ്. ഹായ് ഹായ്. അപ്പൊ നമുക്ക് കോഴീനെ കഴുകിയിട്ട് വരാം. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ചിലവര് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിവാക്കും, കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കുന്നു പറഞ്ഞിട്ട്, കരിഞ്ഞു പോകുന്നു പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1 സ്പൂൺ 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കണത് ചിക്കൻ മസാല 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, നമ്മളിതിൽ മെയിൻ സാധനം എടുക്കാൻ മറന്നു, ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെടുക്കാൻ പോയതാണ്. അപ്പം നമുക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ചെറിയൊരു കുഴിയൊക്കെ ഉണ്ട്, നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അവനെ നമുക്ക് മിക്സ് ചെയ്യാം. മോനെ ഉപ്പിടാനൊക്കെ ഉപ്പും പാത്രമൊക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ വരഞ്ഞു കൊടുക്കാം. വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാല തേച്ച് കൊടുക്കാം കേട്ടോ. വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് അവൻ്റെ വക അവൻ ചിക്കനൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ക്ഷമയില്ലാണ്ട് നിൽക്കുകയാണ് കുട്ടി. നമുക്ക് കോഴിനെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇവിടെ മുളയുടെ വടി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇല വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്
ചിക്കൻ വെക്കാം. മസാലയൊക്കെ അടിപൊളിയായി പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ അതിലേക്ക് വെക്കാം. അപ്പൊ ഞാൻ സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി ബക്കറ്റ് ചിക്കൻ ആണെന്ന്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ട സ്റ്റഫ് ചെയ്തിട്ടാണ് ഇതിൽ വെക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ്റെ അതിൽ ഉണ്ടാക്കിയത് മല്ലിയിലയാണ് നമ്മൾ സ്റ്റഫ് ചെയ്തത്. ഇപ്രാവശ്യം പൊറോട്ടയാണ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ പോണം. ഈ പൊറോട്ട ഇതിൽ വെക്കുമ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ നന്നായി വെന്ത് കഴിയുമ്പോൾ നെയ്യൊക്കെ പൊറോട്ടയിലാവും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതിൽ 2 പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മതി. നമ്മളിന്ന് ഒരു പരീക്ഷണം പോലെയാണ് ചെയ്യണത്. അതായത് ഒരു പൊറോട്ട കോഴിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം അതേ പുറത്താണ് ഇങ്ങനെ വെച്ചോണം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ചൂടാവുമ്പോൾ നന്നായി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഒലിച്ച് ഉള്ളിലത്തെ പൊറോട്ടയിലാവും, ബാക്കിയുള്ളതൊക്കെ ഈ പൊറോട്ടയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ചെയ്യണത്. ഒരു പരീക്ഷണമാണ്, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കിനി പൊറോട്ട ഇതിൽ അടിയിൽ വെച്ച് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കോഴീനെ ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോഴീനെ നമ്മളിതിൽ സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലേക്കും നന്നായി കത്തുന്നുണ്ട്, കത്തിപ്പിടിക്കുന്നുള്ളൂ. നല്ല ചൂടാട്ടോ അത്. അപ്പോൾ നന്നായി കത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് നോക്കണം. അപ്പോൾ നന്നായി ചൂടാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കല നന്നായി പഴുത്തുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ചൂടാറി കഴിഞ്ഞാൽ വേവ് കറക്റ്റാവും. അതിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. നല്ല ചൂടടി. ചൂടാ അമ്പോ അടിപൊളി. അപ്പോൾ ഇതാ നമ്മുടെ കലം ചിക്കൻ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. പൊറോട്ട താഴ്ത്തിട്ട് കൊടുത്തേക്ക് പൊറോട്ട കുറച്ച് കരിച്ചിട്ടുണ്ട്, പക്ഷേ ആ നെയ്യൊക്കെ ഒലിച്ച് പൊറോട്ടയിലേക്ക് ഇറങ്ങിയിട്ട് നന്നായി വെന്തുണ്ട്. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് എടുക്കാം. ഇല വെച്ചിട്ട് നമുക്കതിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിതാ ചിക്കൻ്റെ ഉള്ളിൽ നമ്മൾ പൊറോട്ട വെച്ചിട്ടുണ്ട്. ആ പൊറോട്ട നമുക്ക് എടുക്കാം. നല്ല ചൂടാണ്, അത് കാരണം പൊറോട്ട കുറേശ്ശെ എടുക്കാൻ പറ്റുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൊറോട്ട. പിന്നെ നെയ്യൊക്കെ നന്നായി ഒലിച്ചിറങ്ങി. നെയ്യ് കൂടുതലും ഒലിച്ചിറങ്ങിയത് നമ്മൾ താഴ്ത്ത് വെച്ചിട്ടുള്ള പൊറോട്ടയിലേക്കാണ്. കൂടുതലും പൊറോട്ട ഏറ്റവും ഉള്ളിലിരിക്കുന്നത് കാരണം നല്ല ചൂടുള്ള കാരണം എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം, പുറത്തെ ഇത് നോക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അച്ചു കഴിച്ച് നോക്കിയിട്ടുണ്ട്, അബി കഴിച്ച് നോക്കിയിട്ടുണ്ട്, ഇതവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനോട് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, മയണൈസ് മുക്കിയിട്ട് എടുക്കാം. അത് കുറച്ച് ഇടിക്ക് ഒഴിച്ച്, കുറച്ച് പൊറോട്ട മുകളിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുക്കിയിട്ട് എടുക്കാം.
അപ്പോൾ അത് മയണൈസൊക്കെ മുക്കിയിട്ട് കഴിക്കാണ്. അടിപൊളിയായിട്ട് വെന്തുണ്ട്. അപ്പോൾ നമുക്കിനി ഇവരോടും കൂടി അഭിപ്രായം ചോദിച്ചു നോക്കാം. അപ്പോൾ സന്ദീപേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് മയണൈസൊക്കെ മുക്കിയിട്ട്. സൂപ്പർ. അപ്പോൾ സന്ദീപേട്ടൻ പറഞ്ഞാൽ അടിപൊളിയായിട്ടെന്ന് പറയണേ. അപ്പോൾ അബി എടുത്തു പോയി, അബിയോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സാധാരണ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ തന്നെ ടേസ്റ്റ് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു ടേസ്റ്റും ആയിട്ടില്ലാന്ന്. അടിപൊളിയായിട്ടെന്നാണ് അബിയും പറയണത്. അപ്പൊ അച്ചു എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ ഉണ്ണി ഇതേ എടുത്തിട്ടുണ്ട്, ഉണ്ണി എടുത്ത് കഴിക്കുകയാണ്. അവൻ പൊറോട്ടയാണ് കഴിക്കണേ. അപ്പോൾ ദച്ചു എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? അതെ. അപ്പോൾ എല്ലാവർക്കും ഇതാ ഇഷ്ടമായിട്ടുണ്ട്, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ബൈ.